എൻ്റെ പേര് ഹലീമ എന്നാണ്. എൻ്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ വീഡിയോസിലും സ്റ്റാറ്റസുകളിലും ഒരുപാട് ഓഫേഴ്സിനെ കുറിച്ച് കാണലുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂ ഇയർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഓഫറുകൾ ഇവിടെ കഴിയാണോ അതോ ന്യൂ ഇയറിക്ക് പുതിയ ഓഫേഴ്സ് ഉണ്ടോ? അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2024 നമ്മളെ ഓഫേഴ്സ് ഒക്കെ ക്ലോസ് ആവുകയാണോ, 2025 ഓഫേഴ്സും കാര്യങ്ങളും ഇല്ലേ എന്നല്ലേ. അപ്പൊ നമ്മ ഈ 2025 എല്ലാ വട്ടം നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിമിറ്റഡ് പീരീഡ് ആയിട്ടുണ്ട് 2024 ഓഫേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര നാൾക്ക് അത് നമ്മളെ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ അഡ്വാൻസ് അതിന്റെ ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരുന്നു. നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് കസ്റ്റമേഴ്സിന് എന്തെന്ന് ഇത്ര പേയ്മെന്റ് അഡ്വാൻസ് വാങ്ങിയിട്ട് നമുക്ക് കൊടുത്തിട്ട് ബാർഗൈൻ ചെയ്ത് നമുക്ക് വാങ്ങാനുള്ള കപ്പാസിറ്റി പവർ ഉണ്ട്. അതുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഇത് വെച്ചുകൊണ്ട് ഇത്രയും ബൾക്ക് എമൗണ്ടുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫേഴ്സ് കൊടുക്കാൻ പറ്റില്ല. അവിടെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോ 2025 നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് കസ്റ്റമേഴ്സിന് തരുന്ന പേയ്മെന്റിന് ആ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് അവർക്ക് ഓഫേഴ്സ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ്. അതൊരു ലിമിറ്റഡ് പീരീഡ് അല്ല, ഫുള്ളി 2024 ഒരു ലിമിറ്റേഷൻസ് ഇല്ല, ഫുള്ളായിട്ട് സെറ്റ് ഔട്ട് ചെയ്യുക. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോർമലി നമ്മ 1 month മുമ്പ് ഫുൾ പേയ്മെന്റ് അഡ്വാൻസ് അല്ലെങ്കിൽ, അതായത് ഇപ്പോൾ അത് 1 lakh ആണെങ്കിലും 10 lakh ആണെങ്കിലും 1 month മുമ്പാണ് ആ ഒരു പേയ്മെന്റ് അഡ്വാൻസ് നൽകുന്നുണ്ടെങ്കിൽ 20 rupees ലെസ്. ഒരു മാസം മുമ്പ് ഫുൾ പേയ്മെന്റ് അത് 1 lakh 10 lakh എത്ര വർക്കാണെങ്കിലും 20 രൂപ ലെസ് ഔട്ട് ആവും. അതായത് 400 രൂപയുടെ പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ 20 രൂപ ലെസ്സായി 380. 1 month മുമ്പാണെന്നുണ്ടെങ്കിൽ നീ തന്നെ 3 months ബിഫോർ ആണ് അവർ പേയ്മെന്റ് നൽകണേ. ഫുൾ പേയ്മെന്റ് ആണ് നമുക്ക് നൽകണമെന്നുണ്ടെങ്കിൽ അത് എത്ര എമൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ 10 lakhന്റെ വർക്ക് ആണെങ്കിൽ അത് ഫുൾ പേയ്മെന്റ് നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 400 രൂപയുടെ പാക്കേജിന് എന്താവും, അത് 30 rupees ലെസ് ആവും. അതായത് 370. മനസ്സിലായോ? ഇതന്നെ അവർക്ക് എന്താ 6 month ബിഫോർ ആണ് ഒരു അഡ്വാൻസ് നൽകണമെന്നുണ്ടെങ്കിൽ, 6 month ബിഫോർ ഫുൾ പേയ്മെന്റ് അഡ്വാൻസ് നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് 40 rupees 40 രൂപ നിങ്ങൾ എന്ത് ചെയ്യാൻ ഡിസ്കൗണ്ട് ചെയ്യും. ഇനി തന്നെ 1 year ഓർ എബോവ്, 12 മാസം അല്ലെങ്കിൽ അതിന് മുകളിൽ മുമ്പാണ് ഫുൾ പേയ്മെന്റ് അഡ്വാൻസിലേക്ക് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 50 രൂപ പെർ നോസ് ഡിസ്കൗണ്ട് ചെയ്യും. ഇനി കസ്റ്റമേഴ്സിന് പേയ്മെന്റ് ആയിട്ടോ ഇനി ഇതിന് തന്നെ രീതിയിൽ അവർക്ക് വേണ്ട മറ്റു സ്റ്റേജ് മറ്റുള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം സെറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ 2025 സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയല്ല, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം നമുക്ക് ഇതൊരു പെട്ടെന്ന് ആയതല്ല. ഈ 15 കൊല്ലത്തെ നമ്മുടെ ഈ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ എന്താ പറയുക മാർക്കറ്റിന്റെ സ്റ്റഡിങ്ങിൽ നിന്ന്, മാർക്കറ്റിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയതിൽ നിന്ന്, നമ്മുടെ ക്യാപ്പബിലിറ്റി, നമുക്ക് ആ പേയ്മെന്റ് ഒഴുകി നമുക്ക് ആ ഓഫേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ആളുകളെ കണ്ടെത്താനും അവർക്ക് കൊടുത്ത് നമുക്ക് ഇത്രയും അത് നോട്ട് ചെയ്യേണ്ട കേസ് വെച്ചാൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്ത്, കാരണം നിലനിൽപ്പുണ്ടാവില്ല. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ബെസ്റ്റ് സർവീസ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സെറ്റ് ഔട്ട് ചെയ്യാൻ ഇത്രയും നാളുകൊണ്ട് ആ ഒരു ബാർഗൈനിങ് കപ്പാസിറ്റി നമുക്ക് ഈ പേയ്മെന്റ് കിട്ടും. നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാതെ നമ്മൾ കൊണ്ടുപോയി വെക്കല്ല, നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം വെച്ചാൽ മറ്റുള്ളവന്റെ പണമാണ്, അപ്പൊ നമ്മൾ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യാണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത്, അതായത് ഇത് മറ്റുള്ളവരുടെ പണമാണ്. ആ പണെടുത്ത് നമുക്ക് ദൂർത്തടിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് സെറ്റ് ചെയ്യാനുള്ളതല്ല. ഇത് നമ്മ പ്രോപ്പറായ രീതിയിൽ നമുക്ക് ആ കസ്റ്റമർക്ക് പേയ്മെന്റ് കുറച്ചൊക്കെ എടുക്കാൻ കിട്ടാവുന്ന നമ്മുടെ അഡ്വാൻസ് സ്റ്റേജിലേക്ക്, അതായത് ചിക്കൻ, ബീഫ്, മീറ്റ് എക്സെട്ര ഇതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പേയ്മെന്റ് കസ്റ്റമർക്ക് ഞാൻ കുറച്ച് കൊടുക്കണതാണ്. ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ആ മാർക്കറ്റിൽ നിങ്ങൾ ഒരു അതോറിറ്റി ആവാതിരി ടൈം എടുക്കും. പക്ഷെ ടൈം എടുത്താലും എന്ത് ചെയ്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞാൽ ക്വാളിറ്റി വർക്ക് ചെയ്തു, ക്വാളിറ്റിയിൽ ഭയങ്കര ഫോക്കസ് ചെയ്യുക. പിന്നെ ഹോസ്പിറ്റാലിറ്റി, കാരണം കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയറിങ് കസ്റ്റമേഴ്സിന് മസ്റ്റ് ആയിട്ട് കൊടുക്കും. അത് നിങ്ങൾ കൊടുക്കണം, നിങ്ങളെ സെയിൽസ് ടീം അല്ല. സെയിൽസ് ടീം ഇത് കൊടുക്കാന്നല്ല കേട്ടോ, അത് നിങ്ങളെ ആ സർവീസ് ടീം ഉണ്ടാവുമല്ലോ അവര്. അല്ല, സെയിൽസ് ടീം വേണ്ടത് അവരെ സക്സസ് ഉറപ്പുവരുത്താൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ സെറ്റ് ഔട്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ സർവീസ് ടീം, നിങ്ങളവിടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ്സ്, അവർ മെയിൻലി കെയറിങ് ആയിരിക്കണം, ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് സെറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്വാൻസ് ചെയ്ത് ഞാൻ പേയ്മെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞതാണ്. ഓക്കെ.